إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون സ്നേഹധന്യായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകമെമ്പാടും അടക്കി ഭരിക്കുന്ന പടച്ചതമ്പുരാന്റെ അനുഗ്രഹം നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടെ തന്നെ ആ ഒരു രക്ഷിതാവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കണമേ എന്ന് ആദ്യമായി എന്നോടും രണ്ടാമതായി എല്ലാ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. റഹ്മാനായ തമ്പുരാൻ അവൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് വല്ലാത്ത ഒരു പനിയുണ്ടായി, അല്ലെങ്കിൽ ഒരു വയറുവേദന, ഒരു തലവേദന, അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ജനറൽ ഡോക്ടറെ കാണിക്കും. എന്താണിത് കാരണം എന്നറിയണം. ആ ഡോക്ടർ നമ്മുടെ രക്തം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറയും. പല വിധത്തിലുള്ള ടെസ്റ്റുകൾ, യൂറിക് ആസിഡ് കൂടിയതാകാം, അല്ലെങ്കിൽ രക്തത്തിലെ അണുക്കൾ അത് കൂടിയതാകാം. ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി അതിന്റെ റിസൾട്ട്, ലാബ് റിസൾട്ട് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുവാൻ വേണ്ടി പോകുള്ളൂ. ആ രോഗം നമുക്ക് മനസ്സിലായി, ആ രോഗം നമുക്ക് ആള് പറഞ്ഞു തന്നു, ഇതാ ഇന്ന ആളെയാണ് നിങ്ങൾ കാണേണ്ടത്, ഇന്ന ഡോക്ടറെയാണ് ഇനി നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ ജനറൽ മെഡിസിൻ കുടിച്ചിട്ടൊന്നും കാര്യമില്ല, ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബ്ലഡ് പരിശോധിച്ചിട്ട് നമുക്ക് ഇന്ന ഇന്ന രോഗങ്ങളുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ, മനസ്സിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, എന്തെങ്കിലും കറകളുണ്ടോ, അത് മലിനപ്പെട്ടാണോ കിടക്കുന്നത്, അതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വെള്ള നിറത്തിലാണോ എൻ്റെ ഹൃദയമുള്ളത് എന്ന് നമുക്ക് ഏത് ടെസ്റ്റിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? ഇല്ല.
അങ്ങനെ ഒരു ടെസ്റ്റ് ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പറയുന്നു ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. നിങ്ങളുടെ നഫ്സിൽ ഞാൻ അവിടെ കേടും അതുപോലെ തന്നെ തഖ്വ സൂക്ഷ്മതയും നിറച്ചിട്ടുണ്ട്. രണ്ടും ഉണ്ട്. നമ്മളുടെ മനസ്സിൽ ഏതാണ് കൂടുതലായി കിടക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എന്റെ ഹൃദയം ഇരുണ്ടതാണോ? അല്ലേ? തിന്മകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞ് അത് ഇരുണ്ടു പോയിട്ടുണ്ടോ? നന്മകളെ കൊണ്ട് അത് തൂവെള്ള നിറമായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ആ വഴി? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ യസ്തഖീമു ഈമാന അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ലാ യസ്തഖീമു ഈമാന അബ്ദിൻ. ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ, റബ്ബിന്റെ ഒരു അടിമയുടെ, ഒരു മനുഷ്യന്റെ അവന്റെ ഈമാൻ നേരെയാകൂല. അവന്റെ ഈമാൻ നേരെയാവുകയില്ല, ചൊവ്വായ രീതിയിലാവുകയില്ല. എപ്പോൾ? അല്ലാതെ ഹത്താ യസ്തഖീമ ഖൽബുഹു. അവന്റെ ഹൃദയം നന്നാവാതെ, അവന്റെ ഹൃദയം നേരെയാകാതെ, ആ ഹൃദയത്തിൽ നല്ല ചിന്തകൾ, നല്ല നല്ല നന്മകൾ ഉണ്ടാവാതെ അവന്റെ ഹൃദയം നേരെയാവുകയില്ല, അവന്റെ ഈമാൻ നേരെയാവുകയില്ല. ഈമാൻ എപ്പോഴാ നേരാകുക? ഹൃദയം നേരെയാകും. സഹോദരന്മാരെ, സഹോദരികളെ, എപ്പോഴാണ് ആ ഹൃദയം നമുക്ക് നേരെയാക്കുവാൻ സാധിക്കുക? നമ്മുടെ ആത്മാവിനെ നേരെയാക്കുവാൻ സാധിക്കുക, നമ്മുടെ നഫ്സിനെ നേരെയാക്കുവാൻ സാധിക്കുക എപ്പോഴാ? ആ ടെസ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരാളുടെ ഈമാൻ അത് ചൊവ്വായ രീതിയിൽ ആകണമെങ്കിൽ അവന്റെ ഹൃദയം നന്നാവണം. അവന്റെ ഹൃദയത്തെ എങ്ങനെ നന്നാക്കാം? അതാണ് അടുത്ത വചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. വലാ യസ്തഖീമു ഖൽബുഹു. അവന്റെ ഹൃദയം നന്നാവുകയില്ല, അവന്റെ ഖൽബ് അത് നന്നാവുകയില്ല. ഹത്താ യസ്തഖീമ ലിസാനുഹു. അവന്റെ നാവ് ചൊവ്വായ രീതിയിലാണെങ്കിൽ മാത്രമേ ആ ഒരു ഹൃദയത്തെ നന്നാക്കുവാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞതല്ല, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണോ, നമ്മുടെ നഫ്സിനെ നന്നാക്കണോ, നമ്മുടെ അമലുകളെ നന്നാക്കണോ? സഹോദരന്മാരെ, സഹോദരികളെ, നാവിനെ നേരായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് അതിന്റെ ടെസ്റ്റ്. എങ്കിൽ നമ്മുടെ ഈമാനും പൂർണ്ണമാകുമെന്നാണ്. എങ്കിൽ നമ്മുടെ ഈമാനും നമുക്ക് പൂർണ്ണമാക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ എത്രയെത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നാവ് നന്നാവാത്തതിന്റെ പേരിൽ. എത്രയെത്ര കുടുംബങ്ങൾ ശിഥിലമാകുന്നുണ്ട് നാവ് കേടായതിന്റെ പേരിൽ, സംസാരം അധികരിച്ചതിന്റെ പേരിൽ, പറഞ്ഞത് കൂടിയതിന്റെ പേരിൽ. എത്രയെത്ര കിടാങ്ങളാണ്, എത്രയെത്ര പാവപ്പെട്ട കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്റെ സ്കൂളിൽ ടീച്ചർ അത് പറഞ്ഞു, സ്കൂളിൽ കുട്ടി ഇത് പറഞ്ഞു, എന്റെ കൂടെയുള്ള കൂട്ടുകാരൻ ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യയുടെ വക്കിൽ. അല്ലേ? എത്രയെത്ര ജോലിക്കാർ ആത്മഹത്യ ചെയ്യുന്നു. തന്റെ മേലുദ്യോഗസ്ഥരുടെ നാവിന്റെ പിഴവ് മൂലം, തന്റെ മേലുദ്യോഗസ്ഥരുടെ നാവിന്റെ പിഴവ് മൂലം. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി പോയിട്ടുള്ളത്. അല്ലേ? എത്രയെത്ര ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ട് നാവ് കേടായ നിമിത്തം. അല്ലാഹു തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. സൂറത്തുൽ ഹുജറാത്തിന്റെ 11ാമത്തെ ആയത്തിലൂടെ ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് അതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നോക്കൂ, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാ പറയുന്നത്, നമ്മളെ വിളിച്ചുകൊണ്ട് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെ, ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ, ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു ജനത മറ്റൊരു ജനതയെ പറ്റി, വേറെ ജനതയെ പറ്റി പരിഹസിക്കരുത് എന്ന, അല്ലേ? അതായത് ഒരാള് മറ്റൊരാളെ പരിഹസിക്കരുത്, ചീത്തപ്പേര് വിളിക്കരുത്, അല്ലെങ്കിൽ മോശപ്പെട്ട് പറയരുത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? അസാ അൻ യകൂനു ഖൈറൻ മിൻഹും.
ഇവർ, അതായത് പരിഹസിക്കപ്പെടുന്ന ജനത ആരാണോ പരിഹസിക്കുന്നത് അവരെക്കാൾ ഉന്നതന്മാർ ആയിരിക്കുമെന്നാണ്. നോക്കൂ, വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞുതരിക, സ്ത്രീകളെ എടുത്തു പറഞ്ഞുതരിക, വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. സ്ത്രീകളെ പറ്റിയും അങ്ങനെ പരിഹസിക്കരുത്. കാരണം എന്തേ? ആ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. വീണ്ടും പറഞ്ഞുതരാം, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലാഹു തആല വീണ്ടും പറഞ്ഞിരുന്നത് എന്താ? നിങ്ങൾ അന്യോന്യം കുറവ് വാക്കുകൾ അത് പറയരുത്, അസഭ്യമായ അർത്ഥപ്പേരുകൾ, ദ്വയാർത്ഥമുള്ള പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുതരാം. അല്ലേ? ഇരട്ടപ്പേരുകൾ, വട്ടപ്പേരുകൾ വിളിക്കരുത്. അല്ലേ? നമ്മുടെ കുട്ടികളിലൊക്കെ വളരെ കൂടുതലായി കാണുന്നതാണ് തന്റെ കൂട്ടുകാരനെ, തന്റെ കൂട്ടുകാരിയെ വട്ടപ്പേര് വിളിച്ചുകൊണ്ട് കളിയാക്കുക. അല്ലേ? ഇതൊന്നും പാടില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യം വീണ്ടും പറഞ്ഞുതരികയാണ്, ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചതിനു ശേഷം ഇങ്ങനെയുള്ള ചീത്തപ്പേരുകളൊക്കെ വിളിക്കുന്നത് എത്ര ചീത്തയാണ്, എത്ര മോശമാണ്. വമൻ ലം യതുബ ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആരാണോ പശ്ചാത്തപിക്കാത്തവര് അക്കൂട്ടരത്രേ അക്രമികളായിട്ടുള്ള ആളുകൾ എന്ന് അല്ലാഹു തആല നമുക്ക് പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് നാവിനെ സൂക്ഷിക്കണമെന്നാണ്. ഉമ്മയോട് സംസാരിക്കുമ്പോ, ഉപ്പയോട് സംസാരിക്കുമ്പോ, ഇണയോട് സംസാരിക്കുമ്പോ, ഭർത്താവിനോട് സംസാരിക്കുമ്പോ, മക്കളോട് സംസാരിക്കുമ്പോ, അയൽക്കാരോട് സംസാരിക്കുമ്പോ, എല്ലാരോടും സംസാരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് അത് പറയാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കണമെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞുതരാ, മൻ യദ്മനു ലി മാ ബൈന ലിഹയൈഹി. ആരാണോ എനിക്ക് വാഗ്ദാനം നൽകുന്നത്, എനിക്ക് ഉറപ്പ് നൽകുന്നത്, തന്റെ ഇരുതാടിയെല്ലുകൾക്ക് ഇടയിലുള്ളതിനെ നല്ലതായ രീതിയിൽ ചെലവഴിക്കാമെന്ന് ആരാണോ എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അങ്ങനെയെങ്കിൽ അൽമനുലഹുൽ ജന്ന, അവൻക്ക് ഞാൻ സ്വർഗമാണ് വാഗ്ദാനം നൽകുന്നത്, അവന്റെ സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കുന്നതാണ് എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ, സഹോദരികളെ നമുക്ക് പറഞ്ഞു തരിക. നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാവിനെ നമ്മൾ നല്ല രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്ന്. തന്റെ കൂടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോ അവൻക്ക് വിഷമാകുന്നത് എന്റെ അടുത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരൊക്കെയാണോ പരലോകത്തെയും അല്ലാഹുവിനെയും ആഗ്രഹിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നത്, ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ. വായ തുറക്കുകയാണെങ്കിൽ നല്ലത് പറയട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, നിങ്ങൾ നാവിനോട് നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങൾ പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? ഇത്തഖില്ലാഹി ഫീനാ. നാവിനോട് പറയാ, ദിവസവും പറഞ്ഞു കൊടുക്കുക, രാവിലെ ഇങ്ങനെ എണീക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക, ഇത്തഖില്ലാഹി ഫീനാ, അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ, പടച്ചോനെ സൂക്ഷിക്കണം കേട്ടോ. അല്ലേ? എന്നിട്ട് പറയുന്നത് എന്താ? ഇസ്തഖംത ഫീനാ, നീ നേരെയാണെങ്കിൽ ഞങ്ങളൊക്കെ നേരെയാകും. നീ എങ്ങാനും കേടാണെങ്കിൽ, നീ ഇങ്ങനെ വളക്കുന്നത് നേരെയല്ലാത്ത മാർഗത്തിലാണെങ്കിൽ അത് ഞങ്ങളും നേരെയല്ലാത്ത മാർഗത്തിലേക്ക് പോകും. രാവിലെ എങ്ങനെ പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ നാവിന്റെ ഒരു ഘടന തന്നെ നോക്കൂ. പല്ല് വളരെ ഉറപ്പുള്ളതാണല്ലോ, അതിന്റെ ഉള്ളിലാണ്. പുറത്തിടുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുതരാ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരു കവിതയിലൂടെ ഇങ്ങനെ പറഞ്ഞുതരാ, ഒരു വിശ്വാസിയുടെ നാവ് എങ്ങനെയായിരിക്കണം, സംസാരം എങ്ങനെയായിരിക്കണം. ഇദാ മാ അറത്തൻ നുതുഖ ഫൻതഖി ബിഹിക്മത്തിൻ
വസിൻ ഖബ്ല ബിനുത്ഖിൻ മാ തഖൂലു വഖവ്വിമി. ല്ലേ ഞാൻ പറഞ്ഞുതരാ. ഇദാ മാ അറത്തൻ നുതുക, നീ സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഓ മനുഷ്യ നീ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൻതഖി ബിഹിക്മത്തിൻ, വളരെ ഹിക്മത്തോടു കൂടി നമ്മൾ സംസാരിക്കണം. എന്താണ് ആ ഹിക്മത്ത്? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, ഞാനിത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഞാനിത് പറയാൻ പറ്റുന്ന സന്ദർഭമാണത്? ഞാനിത് എൻ്റെ ഉപ്പാനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ ഒരു മേലുദ്യോഗസ്ഥനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ ഇണയോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതിങ്ങനെ ആലോചിക്കണം. ഇത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ആ ഒരു ഹിക്മത്ത് അവിടെ ഉപയോഗിക്കണമെന്നാണ്. രണ്ടാമത്തെ വരി എന്താ അറിയോ? വസിൻ ഖബ്ല ബിനുത്ഖിൻ, വസിൻ ഖബ്ല നുത്ഖിൻ മാ തഖൂലു വഖവ്വിം. വസിൻ, നീ ഒന്ന് അളന്ന് മുറിച്ചെടുക്കണം. അളന്ന് മുറിച്ചെടുക്കുക. എൻ്റെ ഖബ്ല നുത്ഖിൻ, നിന്റെ സംസാരത്തിന് മുന്നേ. സംസാരിച്ച് കഴിഞ്ഞിട്ടല്ല, പറഞ്ഞു കഴിഞ്ഞിട്ടല്ല. അല്ലേ, പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയൂല എന്നാണ്. പറയുന്നതിന് മുന്നേ ഇത് ഞാൻ പറയണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. മാ തഖൂലു വഖവ്വിമു, നീ എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് വഖവ്വിമു, അങ്ങനെ അത് നേരെയാക്കാം. വീണ്ടും ആ കവിതയുടെ അവസാന ഭാഗം മൂപ്പർ എങ്ങനെ അവസാനിപ്പിക്കുന്ന അറിയാം? ഇമാം ഷാഫി അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്: വകം സ്വാമിതൻ യുൽഖൽ മുഹാമിദ ദായിമൻ വകം നാതികിൻ യജ്നി സിമാരിത്തനദ്ദുമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനിക്കുക. വകം സ്വാമിതൻ, എത്ര മിണ്ടാടിരുന്ന ആളുകളാണ്, അല്ലേ, സംസാരിക്കാത്ത ആളുകളാണ്. യുൽഖൽ മുഹാമിദ ദായിമൻ, നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഓനൊന്നും പറയാത്തതുകൊണ്ട് നന്നായിട്ടോ. അവനെങ്ങാനും അവിടെ കയർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവളെങ്ങാനും അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വല്ലാത്ത ആകുമായിരുന്നു. സംസാരിക്കാതെ മൗനം വീക്ഷിച്ചിട്ടുള്ള ആളുകൾ അവർ എത്രയോ സ്തുതികൾക്ക് അവർ അർഹരാണ്. അവരെ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. എന്നാലോ വകം നാതികിൻ, ഇങ്ങനെ അവസരോചിതമായി ഇടപെടാതെ അനാവശ്യമായി സംസാരിച്ചിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവര് ഇവർ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അവരെങ്ങനെ ദുഃഖം പേര് നടക്കുന്ന എത്ര ആളുകളുണ്ട്, അല്ലേ? സംസാരിച്ചതിൻ്റെ പേരിൽ കുടുംബം ഇല്ലാതായിട്ടുള്ള, ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെന്തേ? നാവിൻ്റെ പ്രശ്നമാണ്. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അഅറാബി വന്നിട്ട് ഇങ്ങനെ പറയാ, ദുല്ലനി അലാ അമലിൻ മിനൽ ജന്ന യദ്ഖുലുനി മിനൽ ജന്ന. പ്രവാചകരെ, സ്വർഗത്തിലേക്ക് കയറാനുള്ള, സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കയറാനുള്ള കുറച്ച് അമല് എനിക്ക് പറഞ്ഞു തരണം, ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. റസൂലിന്റെ അടുത്ത് ഇങ്ങനെ വന്നാണ്ട് ഒരു അഅറാബി പറഞ്ഞു കൊടുക്കുക, അതെ, സ്വർഗത്തേക്ക് കയറാനുള്ള ഒരു എളുപ്പവഴി എനിക്ക് പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂൽ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്നെ ഉത്തരം മുട്ടിച്ചു. ലഖദ് അറത്തൽ മസ്അല, നീ ചോദിച്ചത് എന്താ? ചോദിച്ചതൊക്കെ എളുപ്പമുള്ളൊരു ചോദ്യ, പക്ഷെ അതിന്റെ ഉത്തരം അത്ര വലിയ എളുപ്പമൊന്നുമല്ല. അതിന്റെ ഉത്തരേ അത്ര വലിയ എളുപ്പമൊന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണിക്കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ആ വഴികൾ? ഒന്ന്, നീ എന്തു ചെയ്യണം? അടിമയെ മോചിപ്പിക്കണം, അല്ലെ? പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം. ഇതാണ് ഒന്നാമത്തത്. അടിമകൾ ഇപ്പോഴില്ലല്ലോ. പ്രയാസപ്പെടുന്ന ആളുകളുണ്ടോ അവരെ സഹായിക്കുക. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത് പറഞ്ഞു, വിശക്കുന്ന ആളുകളുണ്ടാകും, വിശപ്പ് സഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ആളുകളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അവരെ ഭക്ഷിപ്പിക്കുക. മൂന്നാമത് പറഞ്ഞു കൊടുക്കുന്നത്, വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, വെള്ളം കുറേ ഉണ്ടാവും, പക്ഷെ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, നല്ല തെളിനീരുണ്ടാവില്ല, അല്ലേ? വെള്ളം കൊടുക്കുക. നാലാമത് പറഞ്ഞത് അംറു ബിൽ മഅറൂഫ്,
നന്മ കൽപ്പിക്കുക. ഇനിയോ അഞ്ചാമത് പറയുന്നത് വൻഹാനിൽ മുൻകർ, തിന്മ വിരോധിക്കുക. ഇനി ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള 5 നിനക്ക് ചെയ്യാൻ കഴിയണില്ലേ? ഏതൊക്കെയാണ്? അടിമയെ മോചിപ്പിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇത് 5 നിനക്ക് ചെയ്യാൻ കഴിയില്ലേ? അടുത്തതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് കാര്യം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, കുഫ ലിസാനക ഇല്ലാ മിൻ ഖൈർ. കുഫ ലിസാൻ, നിന്റെ ലിസാനിനെ, നിന്റെ നാവിനെ നീ തടഞ്ഞു നിർത്തണം. ഏത്? ഖൈറിലല്ലാതെ നീ അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഖൈറിലല്ലാതെ നീ അതിനെ ഉപയോഗിക്കരുത്. അങ്ങനെയെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് കയറാം. നിനക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാറുണ്ടോ? അങ്ങനെയെങ്കിൽ സഹോദരന്മാരെ, സഹോദരികളെ, നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് കയറുവാൻ സാധിക്കും. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ മുഫ്ലിസിന്റെ അവസ്ഥ കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. മുഫ്ലിസിന്റെ അവസ്ഥ വരും. നരകത്തീയിലേക്ക് അല്ലാഹു തആലയുടെ മലക്കുകൾ എടുത്ത് എറിയും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ وعلى آله وصحابه الشرفاء ومن تبعهم بإحسان إلى يوم الدين أما بعد. സ്നേഹധന്യായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടെ നമ്മളെ കൊണ്ട് ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. പറഞ്ഞു വന്നത് നാവിനെ നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ സ്വർഗം അത് നമ്മുടെ നാവാണ്, നമ്മുടെ നരകം അത് നമ്മുടെ നാവാണ്. അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ പോകുന്നത് എങ്ങനെയെന്നറിയോ? ഒരു ഹദീസിന്റെ അവസാന ഭാഗം അങ്ങനെ പറഞ്ഞുതരാം. ഇല്ല ഹസാഇദു അൽസിനതി. ഹസ്വദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസ്വദ കൊയ്തെടുക്കുന്നതിനെ പറയാം, കൊയ്തെടുക്കുക. ഇല്ല ഹസാഇദു അൽസിനതിഹിം, നിങ്ങളുടെ നാവ് കൊണ്ട് കൊയ്തത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നത്. നാവ് കൊണ്ട് കൊയ്യും. ഗീബത്ത് പറയുന്ന ആളുടെ കൂട്ടത്തിൽ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഉണ്ടാവാൻ പാടില്ല, വിശ്വാസികൾ ഉണ്ടാവാൻ പാടില്ല. നമീമത്ത് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ പറയാനും പാടില്ല. ഊഹിച്ച് പറയാൻ, വിശ്വാസികളോട് ഊഹിച്ച് പറയരുത് എന്ന് വിശുദ്ധ ഖുർആനാ പറഞ്ഞിരുന്നത്. വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ നാവിന്റെ പ്രശ്നം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകളോട് തൂബ, നിങ്ങൾക്ക് മംഗളമാണ് എന്ന് പറഞ്ഞില്ല. തൂബ, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞിരുന്നു. ഏതാ കൂട്ടരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, തൂബ ലിമൻ അംസക ലിസാനഹു. തൂബ ലിമൻ അംസക ലിസാനഹു. ഒരു കൂട്ടമേ, നിങ്ങൾക്ക് മംഗളങ്ങൾ. ആരാണത്? ലിമൻ അംസക ലിസാനഹു, തന്റെ നാവിനെ നിയന്ത്രിച്ചിട്ടുള്ള, പിടിച്ചു വച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് മംഗളമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് പിടിച്ചു വെക്കാഞ്ഞാണ്ടല്ലോ നാവിനെ കൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ RDXനേക്കാളും അപ്പുറമായിരിക്കും. ചില ആൾക്കാർ പറയാലോ, മരിച്ചാലും ഞാൻ എനിക്ക് പുറത്തു വരില്ല എന്നോട് പറഞ്ഞെന്ന്. പരലോകത്തേക്ക് വാ എന്നൊക്കെ പറയുമല്ലോ ചില ആളുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, അല്ലെ, ഹജ്ജിനൊക്കെ പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഒരാളുണ്ടെങ്കിൽ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരേ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോടല്ല കുറുക്കിനെത്തേണ്ടത്, ആളോട് ചെന്നിട്ട് ആദ്യം മാപ്പ് പറയണം, എന്നിട്ടാ പടച്ചോനിലേക്ക് തേടേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ 2 പത്നിമാരായിരുന്നു, സഫിയ്യ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും. സഫിയ്യ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പറഞ്ഞു, ഇന്നഹാ ഖസീറ. സഫിയ്യ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹാ ഖസീറ, ആ കുർദായളവല്ല, ചെറിയ ആളല്ലേ, ഉയരല്ലാത്ത ആളല്ലേ. അല്ലേ, നമ്മളും പറയാലോ കുള്ളൻ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? എന്ത് ചെറിയ, അധികം ഹൈറ്റ് ഇല്ലാത്ത ആളെ കുറിച്ച്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ
നീ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഈ 2 വാക്കുണ്ടല്ലോ, ഇന്നഹാ ഖസീറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാക്കുണ്ടല്ലോ ആയിഷ, അത് കടലെങ്ങാനും കലക്കിയാൽ കടൽ മൊത്തം കലങ്ങാനുള്ളതായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. അത്രത്തോളം ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ ആളുകളെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പരിഹസിച്ച് പറയുക. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. പടച്ചറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലതായ രീതിയിൽ മാത്രം നാവിനെ നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുന്ന സജ്ജനങ്ങളുടെ